ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരീരത്തിന് നല്ല പോഷകാംശം കിട്ടുന്നതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല രുചിയുമുള്ളതുമായ അവൽ കൊണ്ടുള്ള ഒരു പായസം നമുക്കുണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 100 ഗ്രാം വെളുത്ത അവലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 2-3 പ്രാവശ്യം കഴുകി ഒരു അരിപ്പയിലേക്ക് അതിൻ്റെ വെള്ളം വാരാൻ വേണ്ടി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് ഒരു 10 മിനിറ്റ് നേരം കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെച്ച് അത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 50 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവൽ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതിനൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ 2-3 പ്രാവശ്യം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പായസം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചൂടാക്കിയ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടത് നമുക്ക് തണുത്തത് കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം. തണുത്തത് കുടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അങ്ങനെ അല്ല, ചൂടായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഇപ്പോൾ നമ്മുടെ അവൽ കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നല്ല വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.